ഈ വർഷത്തെ അവസാനത്തെ ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതിന് വേണ്ടിയിട്ട് 12 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ളൊരു സർക്കിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊന്ന് 4ആയിട്ട് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കത്രിക വെച്ചിട്ട് അതിൻ്റെ ഓരോ പാർട്ട് ഇങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട്. ഞാൻ സെൻറ്റർ പോർഷനിൽ ആണ് മറ്റ് ഭാഗങ്ങളിലേക്കൊക്കെ വെട്ടി കൊടുത്തത്. അത് ഫസ്റ്റ് ഒന്ന് ഇത് ട്രയലായിട്ട് ചെയ്ത് നോക്കിയ സമയത്ത് അങ്ങനെ വെട്ടി കൊടുത്തപ്പം ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് അതിൻ്റെ ഓരോ പാർട്ടുകളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വശം മൊത്തം ഇങ്ങനെ ഷേപ്പ് ചെയ്ത് ചരിച്ചും കാറ്റാണ് വെട്ടിയിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ ഒന്ന് തിരിച്ച് വെച്ചിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കൂടി അങ്ങനെ വെട്ടി അത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അത് വെട്ടി സെറ്റാക്കിയ ഈ ഒരു രീതിക്ക് ഫോം ചെയ്യും. പിന്നെ ഇതൊന്ന് നിവർത്തിയെടുത്തിട്ട് ഒരു പെന്നോ പെൻസിലോ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ഈ ഒരു രീതിക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് ശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഒരു പോർഷൻ, അതായത് കത്രിക വെച്ചിട്ട് ഇത്ര ഭാഗം മാത്രമേ വെട്ടാനായിട്ട് പാടുള്ളൂ, അധികം ഒന്നും വെട്ടരുത് കേട്ടോ. ഇങ്ങനെ ഈ ഒരു പോർഷൻ മാത്രം വെട്ടിയെടുത്തിട്ട് നമ്മളിതൊന്ന് റോൾ ചെയ്ത് കൊടുക്കുക കേട്ടോ. മൊത്തം ഈ ഒരു ഫ്ലവർ റോൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നേരത്തെ നമ്മൾ ഏത് വശത്തേക്കാണോ അതിങ്ങനെ ചുരുട്ടി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേണം സെറ്റ് ചെയ്യാൻ. എന്നിട്ട് താഴെ എന്ത് ചെയ്യുക, അതൊന്ന് വെട്ടി മാറ്റുക കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്ലവറിൻ്റെ പോർഷൻ. ഇനി അതിൻ്റെ സ്റ്റെം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പേപ്പർ ഞാൻ എടുത്തിട്ട് റോൾ ചെയ്തൊന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ അത് ഇതിന് ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ വെട്ടിയിട്ടുണ്ടായിരുന്നല്ലോ ആ ഭാഗത്തുകൂടി എടുത്തിട്ട് ഇനി അതിൻ്റെ സെൻറ്ററിലുള്ള ഒരു പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കവറിൻ്റെ ഒരു കഷ്ണമാണ് ഇട്ട് എടുത്തിട്ടുള്ളത്. അതും ഈ ഇങ്ങനെ വെട്ടി മാറ്റിയ ശേഷം കുറച്ചൊരു സ്പേസ് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മളിങ്ങനെ മാറ്റാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ നേരത്തെ ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റെമ്മിനുള്ളിലേക്ക് അത് കയറ്റി വെക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡ് ഒന്ന് ഒട്ടിച്ചു കൂടെ കൊടുത്താൽ ഫ്ലവർ സെറ്റായി. പിന്നെ ഞാൻ അക്രിലിക് കളർ വെച്ചിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോയിൽ അടുത്ത വർഷം കാണാം കേട്ടോ. ബൈ.